നിങ്ങൾ എല്ലാവരും ഈ സീസണിലെ ടാറ്റ IPL കാണുന്നുണ്ടായിരുന്നല്ലോ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് മാച്ച് നമ്പർ 63 MI vs DC പ്രീ മാച്ച് പ്രിവ്യൂ പറയാനാണ്. ഇന്ന് നടക്കുന്ന മത്സരം വാങ്കഡയിലാണ്. അടുത്ത പിച്ച് ബൗൺസ് വരുമെങ്കിലും ഒരു ഹൈ സ്കോറിംഗ് ഗെയിമാണ് നമ്മൾ കാണാനിരിക്കുന്നത്. മുംബൈക്ക് വിരാടിനോടുള്ള തോൽവിക്ക് ശേഷം ഇന്ന് ജയിച്ചാൽ അവർക്ക് ക്വാളിഫൈ ആവാൻ എളുപ്പമായിരിക്കും. അതേസമയം ഡൽഹി ക്യാപിറ്റൽസിന് ഇന്ന് ജയിച്ചേ തീരൂ എന്ന രീതിക്കാണ് അവർ ഇറങ്ങുക. അത് വാങ്കഡയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും അത് രാത്രിയിൽ വെറും 7% മാത്രമേ ഉള്ളൂ. ബൗണ്ടറീസ് ഷോർട്ടർ ആയതുകൊണ്ട് തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ആദ്യമായി പ്ലേ ഓഫിൽ കയറുമോ, അതെയോ അക്ഷർ പട്ടേലും സംഘവും തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇനിയുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാത്തിരുന്ന് കാണണം. അതേസമയം സീസൺ ത്രില്ലറിൽ ഇന്നലെ നമ്മൾ കണ്ട മത്സരത്തെ പറ്റി ഞാൻ എടുത്തു പറയാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇന്ന് ഒരു സ്പോട്ട് ആർക്കാണെന്ന് തീർച്ചയായും അറിയാൻ സാധിക്കും. അതേസമയം അവസാന 5-ൽ 3-2 ഡൽഹി ക്യാപിറ്റൽസ് മുമ്പിലാണെന്നുള്ളതാണ് ഒരു കാര്യം. അവരുടെ പോസിറ്റീവ് ന്യൂസ് രാഹുൽ നല്ല ഉജ്ജ്വല ഫോമിലാണ്. മുംബൈക്ക് റിയാൻ അങ്കിൾട്ടണും രോഹിത് ശർമ്മയും തന്നെയായിരിക്കും ഇറങ്ങുക. വിൽ ജാക്സ് ഇല്ലാതെ ആയിരിക്കാം മുംബൈ ഇറങ്ങുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതേസമയം മുംബൈ ഇന്ത്യൻസ് ഒരു കാത്തിരിപ്പിന് ശേഷം ചിലപ്പോൾ ഇന്ന് ഡൽഹിയെ തോപ്പിച്ച് പ്ലേ ഓഫിൽ കയറിയേക്കാം. ഇനി ഡ്രീം 11 പ്രഡിക്റ്റഡ് വിന്നേഴ്സിൽ മുംബൈക്ക് 100% തന്നെ കൊടുക്കണം. മുംബൈ നല്ല ഉജ്ജ്വല ഫോമിൽ തുടരുകയാണ്. അതേസമയം ഡൽഹി ക്യാപിറ്റൽസ് ഇനി അവരുടെ ലക്ഷ്യം മുംബൈയുടെ പ്ലേ ഓഫ് സാധ്യത മടക്കി അവർക്ക് കയറാൻ സാധിക്കും. അതിനവർക്ക് വേണ്ടത് ഗുജറാത്തിനോട് പഞ്ചാബ് തോൽക്കുക എന്നുള്ളതാണ്. ബട്ട് മുംബൈ ജയിച്ചാൽ അവർ ഒരു ക്യൂട് കൂടി ആ 4th സ്പോട്ട് എടുത്തിരിക്കും. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നാളെ കഴിഞ്ഞുള്ള ബാംഗ്ലൂർ ഹൈദരാബാദ് മത്സരം അവിടുത്തെ മഴ ഭീഷണി മൂലം അത് മാറ്റിവെച്ചിരിക്കുന്നത് അക്കാന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക്. ഇന്ന് മുംബൈ ഇന്ത്യൻസ് ജയിക്കാൻ വേണ്ടിയാണ് ഇറങ്ങുന്നത്. ഇനി ഞാൻ ഡ്രീം 11 പ്രഡിക്റ്റഡ് പ്ലേയിങ് 11 ഓഫ് DC പറയാം. ഓപ്പൺ ഫഫ് ഡു പ്ലസീസ് ആൻഡ് രാഹുൽ. ഇൻ അറ്റ് നമ്പർ 3 അഭിഷേക് പോറൽ. 4 ട്രസ്റ്റൻ സ്റ്റബ്സ്. 5 സമീർ സ്വി. 6 അക്ഷർ പട്ടേൽ. 7 കുൽദീപ് യാദവ്. 8 മുകേഷ് കുമാർ. 9 Vijay Nigam. 10 should be Dushmanta Chamira. At 11
T. Natarajan, and the impact player options would be Samir Svi or Tusmanda Chamira for DC. But for MI, so we will be witnessing another thriller from the start of the season we have witnessed. So far thriller continues and the IPL has been going through the halfway stages right now. So ഇനി ഡ്രീം ഇലവൻ പ്രഡിക്റ്റഡ് പ്ലേയിങ് ഇലവൻ ഓഫ് MIയിലേക്ക് എത്താം. രോഹിത് ശർമ്മ, റിയാൻ റിംഗിൾട്ടൺ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, നമൻദീർ, കോർബിൻ ബുഷക്, വിൽ ജാക്സ്, ജസ്പ്രീത് ബുംറ, Trent Bolt, and just to have Trent Bolt sometimes should be Raj Baba for Mumbai. And the impact player options would be for MI is that man should be Khan Sharma. So I am waiting for the thriller and you are also. I am putting this video and so far those who are subscribed, thank you, and then just watch the thriller and you have the opportunity to put the comments here at my channel. So I am signing out. Thank you.